വയനാട് ദുരന്തത്തിലെ സർക്കാർ ഇടപെടലിൽ സഭയ്ക്ക് തൃപ്തിയെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി. സുരക്ഷിതമായ പുനരധിവാസമാണ് വേണ്ടത്, അതിന് സഭയുടെ സഹകരണം ഉണ്ടാകും. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സഭയുടെ നിലപാട് തെറ്റായി എന്ന് തോന്നുന്നില്ല. കർഷകർ കൃഷി ചെയ്തത് കൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന കാഴ്ചപ്പാട് പ്രശ്നത്തെ നിസാരവൽക്കരിക്കുന്നതാണെന്നും ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. സഭ ആഗ്രഹിക്കുന്നത് ആളുകളുടെ സുരക്ഷിതമായ പുനരധിവാസമാണ്. ഈ കാര്യത്തിൽ സർക്കാരുമായിട്ട് സഹകരിക്കാൻ സഭയ്ക്കുള്ള സന്നദ്ധത KCBC പ്രസിഡന്റ് അറിയിക്കുകയുണ്ടായി. വാസ്തവത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടോ മാധവ് ഗാഡ്ഗിൽ വിഷയത്തിൽ എടുത്ത സമീപനം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ വല്ലാതെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുക. കർഷകർ ഏതാനും കൃഷികൾ നടത്തിയത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് തെറ്റായ നിരീക്ഷണമാണ്. അലി അക്ബർ ഷായുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അലി, വിവിധ മേഖലകളിലുള്ള മത, സാമുദായിക, സാംസ്കാരിക സംഘടനകളെല്ലാം തന്നെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കൊപ്പം നിൽക്കുകയാണ്, സർക്കാരിന് പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയ്ക്കുകയാണ്. റിപ്പോർട്ടർ TVക്കൊപ്പം ചേർന്ന് ഭൂമി ഉൾപ്പെടെ നൽകി സഹകരിക്കാമെന്ന് ലത്തീൻ കത്തോലിക്ക സഭ വ്യക്തമാക്കിയിരുന്നു. ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സഭാ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങളെല്ലാം തന്നെ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സിറോ മലബാർ സഭയും സർക്കാരിന് പിന്തുണ അറിയിക്കുകയാണ്. വിനിൽ, ഈ പറഞ്ഞതുപോലെ വയനാട് ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സിറോ മലബാർ സഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇന്ന് ചേർന്ന പ്രസ് മീറ്റിലാണ് ഇത്തരത്തിലൊരു ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ സഭയ്ക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന അത്ര വേഗതയിൽ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ദുരന്തം അനുഭവിക്കുന്നവരുടെ പുനരധിവാസം നടപ്പിലാക്കുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം. അതിനുവേണ്ട പൂർണ്ണ പിന്തുണ സർക്കാരിന് സഭ നൽകുന്നതായും ഇന്ന് സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ പ്രസ് മീറ്റിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് കൂടിയായ ജോസഫ് പാംബ്ലാനി അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന 12, 13 തീയതികളിൽ വയനാട്ടിൽ വെച്ച് സഭയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഉൾപ്പെടെ ചേരുന്നുണ്ട്. അതിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉൾപ്പെടെ ഈ ഏതെല്ലാം നിലയിൽ സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടെ നിൽക്കണം, എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല സഭ. അത്തരത്തിലൊരു തീരുമാനം നേരത്തെ കൈക്കൊണ്ടതിൽ യാതൊരുവിധ കുറ്റബോധവും ഈ ഘട്ടത്തിലും ഇല്ല എന്നും സഭ വ്യക്തമാക്കുന്നു. കാരണം കർഷകർ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ദുരന്തം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ചുരുക്കി കാണിക്കുന്ന നിലയിലേക്ക്, അതിന്റെ ഒരു സീരിയസ്നെസ് കുറച്ച് കാണിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകരുത് എന്നും ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഒരു തരത്തിലും പ്രായോഗികമല്ല, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ പഠിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടല്ല ഇത് എന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സിറോ മലബാർ സഭ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും സർക്കാരിന്റെ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണ പിന്തുണയും നിലവിലെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയും അറിയിച്ചിരിക്കുകയാണ് സിറോ മലബാർ സഭ. ബിനിൽ. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.